ടുട്ടൂസേ, ഇന്നലെ രാത്രി നീ എന്തിനാ പേടിച്ച് കരഞ്ഞത്? ഒരു പേടി സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം കണ്ടേ? ഒരു വെള്ള സാരി ഉടുത്ത പ്രേതത്തിനെ. വെള്ള സാരി ഉടുത്ത പ്രേതത്തിനെയോ? എന്താപ്പേ എല്ലാരും എല്ലാ പ്രേതങ്ങളും വെള്ള സാരി ഉടുക്കുന്നത്? നോട്ട് ദ പോയിന്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയോ എന്തുകൊണ്ട് ഈ പ്രേതങ്ങളൊക്കെ വെള്ള സാരി ഉടുക്കുന്നുള്ളത്? കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും കേട്ടോ. പ്രധാനമായിട്ടും കുറച്ച് കാരണങ്ങളുണ്ട് ഇതിന്റെ പുറകിൽ. അത് ഒന്നാമത്തെ കാരണം മരണാനന്തര ചടങ്ങ്, പിന്നെ മരിച്ചുപോയ ആൾക്കാരുടെ ഭാര്യമാര്, വിധവകള്, ഇത്ര ആൾക്കാരൊക്കെ വെള്ള ഉടുപ്പിടാറുണ്ട്, അല്ലെങ്കിൽ വെള്ള പുതപ്പിക്കാറുണ്ട് മരിച്ച ആൾക്കാരൊക്കെ. അപ്പോൾ വെള്ള കണക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ പ്രേതത്തിലേക്ക് എത്തുന്നു. ഒന്ന്. രണ്ടാമത്തത് സിനിമകളിലൂടെ നമ്മൾ പരിചയപ്പെട്ട മിക്ക പ്രേതങ്ങളും ഒരു കാലഘട്ടത്തിൽ ഫുൾ വെള്ളയായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ 1964 ഭാർഗവി നിലയം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, പ്രേത സിനിമ. അതിലെ പ്രേതം ഭാർഗവിക്കുട്ടി വെള്ള സാരി ഉടുത്തിട്ടാണ് വന്നിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങിയ കല്യാണ സൗഗന്ധികൾ ഇങ്ങനെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ പ്രേതങ്ങളൊക്കെ വെള്ള സാരിയിലായിരുന്നു. ഇതാണ് രണ്ടാമത്തത്. ഇതിന് ഡയറക്ടേഴ്സിന്റെ ഇടയിൽ റെഡിങ് എഫക്റ്റ് എന്നൊരു സാധനം ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തത് വിഷ്വൽ എഫക്റ്റ്. അതെന്താണെന്നറിയോ? നമ്മൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് കാണുമ്പോൾ കുറച്ച് പേടിയും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു ഭംഗിയും തോന്നണമെങ്കിൽ, ഇപ്പൊ കറുത്തിരിക്കാനുള്ള രാത്രി, അപ്പോൾ വെളുത്തുടുപ്പിട്ട ആൾക്കാർ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കില്ലേ? ഇത്തരം കാര്യങ്ങളെ ആൾക്കാരെ പേടിപ്പിക്കുക. ആ ഒരു ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വെള്ള എന്ന് പറഞ്ഞിരിക്കുന്ന വെള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ഇനി ഇതിൽ കണ്ടംപററി എഫക്റ്റ്, സൈക്കോളജിക്കൽ എഫക്റ്റ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ DM ചെയ്യുക, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ പുതിയ സിനിമകളിൽ ഇപ്പോൾ എൻ്റെ ജനറേഷൻ ത്രൂ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ജനറേഷനിൽ പുതിയ കുറേ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് വരുന്നുണ്ട്. അവർ പ്രേതങ്ങൾക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജീൻസും ടോപ്പും കൊടുക്കുന്നുണ്ട്, പുതിയ ഒരുപാട് വേഷവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്ന വെള്ളസാരി മാറി മാറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ശരി. അപ്പോൾ വെള്ളസാരി, വെള്ളപ്രേതം, വെള്ളഭൂതം എന്നൊക്കെ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ കൺസെപ്റ്റുകൾ, ചിന്തകൾ നിർമ്മിച്ച കുറെ കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി വെള്ളപ്രേതത്തെ കണ്ട പേടിക്കുവോ? ആരാ ശരിക്കും വെള്ളപ്രേതം ഉണ്ടാക്കിയത്? ഉറപ്പാണോ? പേടിക്കുവോ? ചിന്തിക്കേണ്ട സബ്ജക്റ്റ് ആണ്.